നമസ്കാരം. അഗോരവിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ നോക്കാൻ പോകുന്ന ഒരു വിഷയം 2025 സെപ്റ്റംബർ 13 ചൊവ്വ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന അടുത്ത ദിവസമാണ് സംക്രമണം ഉണ്ടാവുന്നത്. സെപ്റ്റംബർ 20 ശനിയും ചൊവ്വയും ഏകദേശം 150 ഡിഗ്രി അകലത്തിലായിരിക്കും സഞ്ചരിക്കുക. തൽഫലമായിട്ട് ചില രാശിക്കാരുടെ, അതായത് 12 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെയധികം സ്വാധീനം ചിലരെ ചെലുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 3 രാശിക്കാർക്ക് ഇതിൽ വളരെയധികം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു മാറ്റം കൊണ്ട് ഈ 3 രാശിക്കാർക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും തിരികെ എത്താൻ സമയമായിരിക്കുന്നു എന്നാണ് ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷഡാഷഡ്ഗ യോഗം എന്ന് വിശേഷിപ്പിക്കുന്ന യോഗം ശനിയും ചൊവ്വയും ഒരു പരിധിവരെ അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു യോഗമാണ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ, അപ്പോൾ നമ്മളെ വസ്തുക്കളോ ആയിക്കോട്ടെ, പണമായിക്കോട്ടെ, അല്ലെങ്കിൽ കടം കൊടുത്തതായിക്കോട്ടെ, എങ്ങനെ നഷ്ടപ്പെട്ടാലും അതൊക്കെ തിരികെ ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ യോഗം കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ 3 രാശിക്കാർക്ക്. 12 രാശിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചില മാറ്റങ്ങൾ എല്ലാവർക്കും അനുഭവത്തിൽ വരും. എങ്കിൽ പോലും ഈ 3 രാശിക്കാർക്ക് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതും ഏറ്റവും ഗുണപ്രദമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതും ഈ 3 രാശിക്കാർക്കാണ്. എന്തായാലും നമുക്ക് ആ രാശിക്കാരാരാണെന്നും അതിൽ വരുന്ന നക്ഷത്രക്കാരാരാണെന്നും എന്നൊക്കെ നോക്കാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യം. നമുക്കറിയാം, ശനി ഒരു രാശിയിൽ 2.5 വർഷത്തോളമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. ചൊവ്വയാട്ടെ നേരത്തെ പറഞ്ഞ മാതിരി സെപ്റ്റംബർ 13 തുലാം രാശിയിലേക്ക് മാറുകയാണ്. ഈ 2 ഗ്രഹങ്ങളും 150 ഡിഗ്രി അകലത്തിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു യോഗമാണ് നേരത്തെ പറഞ്ഞത്. ഈ യോഗം കൊണ്ടാണ് ഇനി പറയാൻ പോകുന്ന രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾക്ക് സാധ്യത വരാൻ പോകുന്നത്. ആ രാശി, ആദ്യത്തെ രാശിയാണ് മേടം രാശി. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ആണ് ഈ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അനുഭവങ്ങൾ വരാൻ സാധ്യതയുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ ആൾക്കാരിലും ഈ നക്ഷത്രക്കാർക്ക് ഒരേ ഫലം ലഭിക്കണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ജാതകത്തിൽ ശനിയും ചൊവ്വയും എപ്രകാരമാണോ നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഫലം നൽകുന്നത്. നമ്മുടെ ജാതകത്തിൽ അനുകൂല അവസ്ഥയിലാണ് ചൊവ്വയും ശനിയൊക്കെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഫലങ്ങളായിരിക്കും ഈ ഒരു മാറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ നമ്മുടെ ജാതകത്തിൽ മറിച്ചാണെങ്കിൽ തിരിച്ച് നമുക്ക് നെഗറ്റീവായ ഫലങ്ങളും ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ജാതകം ഒന്ന് അറിയേണ്ടവർ പരിശോധിപ്പിക്കുക. നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു അസ്ട്രോളജറെ കണ്ട് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യത്തെ രാശിയാണ് മേടം രാശി. ഈ മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി പോകുന്ന, അഥവാ കടം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാനുള്ള, നമുക്ക് അർഹതപ്പെട്ട പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നവരുണ്ടാകാം, നഷ്ടപ്പെട്ടവരുണ്ടാകാം. അവർക്ക് ഈ ഒരു ശനിയുടെയും ചൊവ്വയുടെയും ഈ യോഗം കൊണ്ട് അവരുടെ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ധനം ഇവരുടെ കയ്യിലെത്തും എന്നുള്ളത് തീർച്ചയാണ്. ധനമായാലും വസ്തുവായാലും, നിങ്ങൾക്ക് എന്ത് സ്വർണമായാലും, എന്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയാലും നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന് മാത്രം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തിച്ചേരുന്ന അവസ്ഥയുണ്ടാവുക.
അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് മതി അത് തിരിച്ചു കിട്ടാൻ. ഇതുവരെ തരില്ല എന്ന് പറഞ്ഞവർ പോലും നിങ്ങളുടെ ഒരു വാക്കിന്, ഒരു ചോദ്യത്തിന് മുന്നിൽ തല കുനിച്ചു നിന്ന് ആയിക്കോട്ടെ തന്നോളാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സമയമാണ് മേടൻ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. മേടൻ രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ഏറെയും വരാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വരുന്ന സമയം കൂടിയാണ്. എത്ര ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക് ഈ ശനിയുടെയും ചൊവ്വയുടെയും മാറ്റം കൊണ്ട് അനുഭവത്തിൽ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വളരെയധികം സ്വാധീനം ചെലുത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് മറ്റൊരാൾക്ക് നിങ്ങളെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെതിരെ നിൽക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല ഈ യോഗം കൊണ്ട് എന്നുള്ളതാണ്. കാരണം തളർന്നു പോയവരാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ മുമ്പിൽ ഒന്ന് ജയിച്ചു കാണിക്കേണ്ട സമയമാണ്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അറിയാതെ സംഭവിക്കും ആ ജീവിതത്തിൽ പല മാറ്റങ്ങളും. അതായത് ധാന്യ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഒരു യോഗം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടാനുള്ള ധനവും എന്തു തന്നെ ആയാലും അത് തിരികെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. പുതിയ എന്ത് നല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും ഏത് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത്. എന്തായാലും ചൊവ്വയുടെയും ശനിയുടെയും അനുകൂല മാറ്റം ഈ മേടൻ രാശിക്കാർക്ക് ഏറ്റവും ശുഭമായി തന്നെ അനുഭവിക്കാം എന്ന് യോഗം കാണുന്നുണ്ട്. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനോടൊപ്പം നിങ്ങൾ ഈ ഒരു നക്ഷത്രക്കാർ, അത് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മുരുക ഭഗവാന് അഥവാ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നതും അതുപോലെ കുമാരസൂക്താർച്ചന നടത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഈ നമ്മള് സുബ്രഹ്മണ്യ സ്വാമിനെ പ്രാർത്ഥിക്കുക. പഴനി പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ, പഴനി മാത്രമല്ല സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറമുഖം എന്ന് പറയുന്ന പല ക്ഷേത്രങ്ങളും ഉണ്ടല്ലോ, നമുക്കറിയാം. തിരുച്ചെന്തൂര്, പളനി, തിരുപ്പറംകുണ്ട്രം, അങ്ങനെയുള്ള പഴമുതിർച്ചോല, അങ്ങനെ 6 ക്ഷേത്രങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും 6 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഇവിടെ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് ഭഗവാനോട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം ഉണ്ടാകും. കാരണം അനുഭവത്തിൽ വരാത്തവർക്കാണ് ഏറ്റവും ഇത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും ചെയ്യാം, അനുഭവത്തിൽ വരാത്തവർ എന്തായാലും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് നന്നായിരിക്കും. കുമാരസൂക്താർച്ചന നടത്തി കഴിഞ്ഞാൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരും, ദുരിത ദോഷങ്ങൾ നീങ്ങി ഐശ്വര്യവും സമാധാനവും സമ്പത്തും മേടൻ രാശിക്കാർക്ക് ഉണ്ടാവും എന്ന് തീർച്ചയായും. അടുത്ത രാശിയിലേക്ക് പോകാം. അടുത്തതായിട്ട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ വരുന്ന പുലരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും ഈ ഒരു ഫലം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ്. ശനിയും ചൊവ്വയും കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ഷഡാക്ഷര യോഗത്തിന്റെ ഫലമായിട്ട് മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിലുടനീളം സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിറവേറ്റി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. നിങ്ങൾ മാനസികമായും ശാരീരികമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഈ ഒരു യോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു. സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ മികച്ചതായി വരും. എന്തായാലും യോഗത്തിന്റെ ഫലമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ. അതായത് വലിയ മാറ്റങ്ങൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓരോരുത്തരിലും വ്യത്യസ്ത രീതിയിലായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക. എന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച ഫലങ്ങളായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ഉന്നത പദവിയും അതിനനുസരിച്ച ഗുണാനുഭവങ്ങളും ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ പദവിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തീർച്ച തന്നെയാണ്. എന്തായാലും മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ എല്ലാ ശുഭാനുഭവങ്ങളും ഉണ്ടാവുമെന്ന് തീർച്ച തന്നെയാണ്. ശനിയുടെയും ഈ ചൊവ്വയുടെയും ഈ ഒരു യോഗം കൊണ്ട്, ഈ ഷഡാഷഡ്ഘ യോഗം കൊണ്ട് ജീവിതത്തിലെ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്ന ഈ നക്ഷത്രക്കാർക്ക്. അതായത് പൂരട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിവാഹ ആലോചനകൾ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നടന്നു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. ഭാര്യ ഭർത്ത ബന്ധങ്ങളൊക്കെ ദൃഢമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുട്ടികൾക്കൊക്കെ മികച്ച രീതിയിൽ
മുന്നോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം വരിക്കാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. വിദേശയാത്രയൊക്കെ നല്ല അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ്. സാമ്പത്തിക ശേഷി മികച്ചതായിരിക്കും. വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് മികച്ച അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായിരിക്കാം. നല്ല ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും മീനൻ രാശിക്കാർക്ക് എല്ലാ ശുഭാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ചില പരിഹാരങ്ങളുണ്ട്. തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം എല്ലാവർക്കും അറിയുന്ന ക്ഷേത്രമാണ്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്ര സന്ദർശനം നടത്തി ഭഗവാന് ഇഷ്ടപ്പെട്ട ചില വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും മീനൻ രാശിക്കാർക്ക് വന്നു ചേരും എന്നുള്ളത് തീർച്ച തന്നെയാണ്. സാമ്പത്തിക തടസ്സമായി നിൽക്കുന്നവർക്ക് ഈ തിരുപ്പതി വെങ്കടാചലപതിയെ കണ്ട് പ്രാർത്ഥിച്ച് ധനം ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ സംഖ്യയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിശ്വാസം. അത് പ്രകാരം ഏത് വഴിപാടുകൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി ഫലം ഭഗവാൻ നൽകുമെന്ന് തീർച്ച തന്നെയാണ്. മീനം രാശിക്കാർക്ക് ഏറ്റവും ശുഭാനുഭവങ്ങൾ ഉണ്ടാവും ഈ തിരുപ്പതി ക്ഷേത്ര ദർശനത്തിലൂടെ എന്നത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാ ശുഭാനുഭവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത രാശിയിലേക്ക് നോക്കാം. അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്കും ഈ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന പല രോഗാവസ്ഥകൾക്കും മാറ്റം വരാൻ പോവുകയാണ്. അതായത് രോഗത്തിന്റെ തീവ്രതയിൽ അല്ലെങ്കിൽ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മോശമായ ശരീരാവസ്ഥ ഉള്ളവർക്ക് അല്ലെങ്കിൽ രോഗം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ആ രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്ത ആദ്യമേ പറയട്ടെ. വളരെയധികം വ്യത്യാസം ഉണ്ടാവും നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ഈ ഒരു ശനിയുടെയും അതായത് ചൊവ്വയുടെയും ഈ ഒരു 150 ഡിഗ്രി അകലത്തിൽ വരുമ്പോൾ ഈ യോഗം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച പല രോഗാവസ്ഥകൾക്കും ശമനം ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാണ്. രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചുള്ള വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ചില രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറാനും അതുവഴി ആരോഗ്യം വീണ്ടെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മിഥുനൻ രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും മാത്രമല്ല ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് വൻ വിജയം ഉണ്ടാകും. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സാമ്പത്തിക മേന്മയുണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും തേടിയെത്തും. വിദ്യാഭ്യാസ കാര്യത്തിലും അതായത് ഉന്നതി ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഈ ഒരു മാറ്റം കൊണ്ട് പല ഗുണാനുഭവങ്ങളുമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ്. പ്രണയിക്കുന്നവർക്ക് അനുകൂല അവസ്ഥയാണ് ഉണ്ടാവുക. വിവാഹാദി കാര്യങ്ങളിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും. ചില ആൾക്കാർക്ക് വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ ബന്ധങ്ങളിൽ നല്ല ബന്ധങ്ങളിൽ ചെന്ന് എത്താനും ഉള്ള അവസരങ്ങളായിരിക്കും വന്നു ചേരുക. മാത്രമല്ല സാമ്പത്തിക സ്ഥിതി എന്തായാലും ഒരു മികച്ച അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പെടുക. ജോലിയിലും പുരോഗതി ഉണ്ടാകുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് വൻ നേട്ടമുണ്ടാകുമെന്ന് പറഞ്ഞു. അത് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനും അതുപോലെ പറ്റിയ സമയം തന്നെയാണ്. നിലവിലുള്ള ബിസിനസ് വീണ്ടും വിപുലീകരിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് മിഥുന രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ശനിയുടെയും ചൊവ്വയുടെയും യോഗം കൊണ്ട് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വിവാഹാദി കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വിവാഹം വർഷങ്ങളായിട്ട് നടക്കാതെ ഇരിക്കുന്നവർക്ക് ഈ ഒരു യോഗത്തിലൂടെ ഇവരുടെ വിവാഹം നടന്നു കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ച തന്നെയാണ്. അതുപോലെ എല്ലാ ശുഭാനുഭവങ്ങളും മിഥുന രാശിക്കാർക്ക് ഈ ഒരു യോഗം കൊണ്ട് ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ്. പുതിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്തായാലും വസ്തു വാങ്ങാനും ഒക്കെ നല്ല ഒരു അവസരമായിരിക്കും വന്നു ചേരുക. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചും നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചും നമുക്ക് എല്ലാം നമ്മുടെ വാങ്ങിച്ച് നമ്മുടെ കൈകളിൽ വെക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തീർച്ച തന്നെയാണ്.
എന്തായാലും ഒരു ടൂ വീലറെങ്കിലും വാങ്ങിക്കാൻ, അതില്ലാത്തവർക്ക് അത് വാങ്ങിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഈ ഒരു അവസരത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം വന്നു ചേരും ചെയ്യും. അത് നിങ്ങളുടെ കൈകളിൽ എത്തും ചെയ്യും. അതിനുള്ള സാധിക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ ഒരു മിഥുന രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ്. എന്തായാലും എല്ലാ ശുഭാനുഭവങ്ങളും മിഥുന രാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായ ചില വഴിപാടുകൾ ഇവിടെ പറയാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് കഴിപ്പിക്കുന്നതും നിങ്ങളുടെ വളരെയധികം ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ ചൊരിയുന്നതിനും ഈ ഒരു വഴിപാട് കൊണ്ടും നിത്യ പ്രാർത്ഥന കൊണ്ടും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കും. അമ്പലപ്പുഴ പോലുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഈ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഇത് മാത്രമല്ല പലതരത്തിലുള്ള വഴിപാടുകളും അവിടെയുണ്ട്. നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വഴിപാട് വേണമെങ്കിലും ചെയ്യാം. എത്ര വലിയ വഴിപാടുകൾ ചെയ്താലും ഭഗവാനെ നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അത് അത് മാത്രം ചെയ്താൽ മതി. നമ്മളിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിലും എല്ലാം ഭഗവാന്റെ സൃഷ്ടിയല്ലേ നമ്മളൊക്കെ. അപ്പോ ഭഗവാൻ എല്ലാം നമുക്ക് തരികയാണ്. നമ്മളൊന്നും ഭഗവാന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഭഗവാൻ എന്ത് കൊടുത്താലും അത് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ മനസ്സാണ് ഭഗവാൻ ആവശ്യം. നിങ്ങളുടെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ മിഥുന രാശിക്കാർക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.